ഹേ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തബ്നയിൽ കണ്ടതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കംപ്ലീറ്റ് ഗൈഡൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഇത് യൂസ് ചെയ്ത ആൾക്കാരായാലും യൂസ് ചെയ്യാത്ത ആൾക്കാരായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഈ വീഡിയോ. മാക്സിമം ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, അല്ലാതെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ഈ വീഡിയോ എത്ര ലെങ്ത് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഫുള്ള് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടന്റ് നോക്കാൻ പോകുമ്പോഴത്തേക്കും ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ വിഡ്രോയിലും അതുപോലെ തന്നെ മാർക്കറ്റ് സെക്ഷൻസും മൈനിങ്സും ഒക്കെ എങ്ങനെയാണ്, അതുപോലെ തന്നെ കോയിൻ ആണോ കൂട്ടേണ്ടത്, പ്രോഫിറ്റ് പെർ അവർ ആണോ കൂട്ടേണ്ടത് എന്നൊക്കെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണും. സോ ആ ഒരു ഡൗട്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരും അതുപോലെ തന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു ചാനലിലൂടെ. അപ്പോൾ മാക്സിമം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് പോവുക, നമ്മളെ കണ്ടന്റിലേക്ക് പോവാം. ഒട്ടും ടൈം വേസ്റ്റ് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഗൈഡൻസ് ഡീറ്റെയിൽഡ് നോക്കിയാൽ അതിനകത്ത് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഹാംസ്റ്റർ കോമ്പാക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മാർച്ചിലാണ്. സോ ഈ ഒരു ഗെയിം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ഇത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നതും അത് വിൽക്കുന്നതും സ്ഥലമാണ്. ഓക്കെ, ഈ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ എന്താണ് ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നതും അത് വിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് എല്ലാ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നോക്കാൻ പറ്റും. ബിനാൻസ് ഉണ്ട്, ബൈബിറ്റ് ഉണ്ട്, OKX ഉണ്ട്, ബിങ് ഉണ്ട്, കുക്കോയിൻ ഉണ്ട്, get.io ഉണ്ട്. സോ അങ്ങനെ കുറേ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് നമുക്ക് ഇതിലുണ്ട്. ഓക്കെ, സോ അതാണ് ഇപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത് നമ്മൾ നോക്കിയാൽ തന്നെ ടാപ്പ് ചെയ്ത് എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുകയാണ് നമ്മൾ ഇതിലെ മെയിൻ പരിപാടി. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ ഒരു കോയിൻ വെച്ചിട്ടാണ് നമ്മളിവിടെ വിഡ്രോളും കാര്യങ്ങളും സെഷൻസൊക്കെ എടുക്കുന്നത് എന്നുള്ളത്. സോ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മളിവിടെ നോക്കുന്നത് പറയുമ്പോഴത്തേക്കും പ്രോഫിറ്റ് പെർ അവർ. ഓക്കെ, ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ എന്നുള്ള ആ ഒരു സെക്ഷനാണ് നോക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ 5 ലക്ഷത്തോളം ഉണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിലൊക്കെ വരുന്ന പറഞ്ഞിരുന്നിരിക്കും, നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. സോ നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത് ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കുറേ ആൾക്കാർ ഏൺ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും. സോ അങ്ങനെയല്ല, നമ്മൾ ടാപ്പ് ചെയ്ത് ഈ ഒരു കോയിൻ വെച്ച് നമ്മൾ മാർക്കറ്റ് സെക്ഷനിലെല്ലാം കാർഡ്സും ലിസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ മേടിച്ചിട്ടാണ് അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ റെഡി ക്യാഷ് ആയിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ എടുക്കുന്നത്. ഓക്കെ, വിഡ്രോളിൻ്റെ ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് അറിയാം, വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ ടാപ്പ് ചെയ്താണ് എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്താണ് നമ്മളിവിടെ ഈ ഒരു മൈൻസ് കൂട്ടണം. ഓക്കെ, ഈ ഒരു മൈനിങ് കാര്യങ്ങളും ചെയ്താണ് ഇവിടെ ഈ ഒരു കോയിൻസ് കൂട്ടി പ്രോഫിറ്റ് പെർ അവറല്ല ഈ ഒരു കാർഡ്സും കാര്യങ്ങളും വാങ്ങിക്കുമ്പോഴത്തേക്കും പ്രോഫിറ്റ് പെർ അവർ കൂടുന്നത്. സോ അടുത്ത് നമ്മൾ ഇനി നോക്കുമ്പോഴത്തേക്കും മൈൻ സെക്ഷനാണ്. നിങ്ങളിവിടെ താഴെ കാണാൻ പറ്റും മൈൻ എന്ന് പറഞ്ഞ സെക്ഷൻസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ പ്രാന്ത് പിടിച്ച് കിടക്കും, കുറേ കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മൈൻ സെക്ഷൻ, മാർക്കറ്റ് സെക്ഷൻ, PR ആൻഡ് ടീം സെക്ഷൻസ്, ലീഗൽ സെക്ഷൻ, സ്പെഷ്യൽ സെക്ഷൻസ്, ഇങ്ങനെ 4 സെക്ഷൻസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞത്, നമ്മൾ എക്സ്ചേഞ്ചിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ വിട്ടൊരു കാര്യമാണ്, നമ്മളിവിടുത്തെ CEO ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ സുഫിയാൻ NS എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളെ പേരും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. സോ കൊടുക്കുക, CEO ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു കമ്പനി, ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഈ ഇതിൽ നമ്മൾ വർക്ക് CEO ആയിട്ട് വർക്ക് ചെയ്യുന്നത്, നമ്മളവിടെ പ്രൊമോട്ട് ചെയ്ത് വർക്ക് ചെയ്യാണ് ഇവിടെ. ഓക്കെ, പ്രൊമോട്ട് മീൻസ് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്ത് ഒരു മൈൻ ചെയ്ത് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറേ ടോക്കൺസും കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഫാൻ ടോക്കൺ, സ്റ്റേക്കിംഗ്, BTS പേഴ്സ്, ETH പേഴ്സ്, അങ്ങനെ ഓരോ ടോക്കൺസ് ഉണ്ട്. ഓക്കെ, ഓരോ കോയിൻസ്, അതുപോലെ തന്നെ ഓരോ ട്രേഡിങ്, P2P ട്രേഡിങ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു ടാപ്പ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു കോയിൻസിനെ നിങ്ങൾ ഇവിടെ ഓരോ ടോക്കൺസും ഓരോ കാർഡ്സും നിങ്ങൾ ലെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഇവിടെ എനിക്ക് നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റും ഫാൻ ടോക്കൺസ് ലെവൽ 14 ആയിട്ടുണ്ട്. സോ എനിക്കിവിടെ വെച്ചിട്ട് വീണ്ടും എനിക്ക് ടോക്കൺസ് കൂട്ടാൻ പറ്റും. സോ അവിടെ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ഇപ്പോൾ ഏകദേശം 3 മില്യൺ ടോക്കൺസ് അല്ലേ, 3 മില്യൺ അല്ലേ, 3 മില്യൺ ടോക്കൺസ് കൊടുക്കുമ്പോഴത്തേക്കും കോയിൻസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, 2.45K പ്രോഫിറ്റ് പെർ അവർ കൂടുന്നതായിരിക്കും. ഇവിടെ നമുക്കത് കൂടുന്നിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ഓരോ കാർഡ്സും ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വരിക. ഓക്കെ, ഓരോ കാർഡ്സും ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വരിക.
നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് ഒക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. നമുക്ക് ട്രേഡിങ്ങിലൊക്കെ വരുന്ന ഓരോ മെയിൻ കോയിൻസൊക്കെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, മനസ്സിലായില്ലേ? സ്റ്റേക്കിങ്, ഫാൻ ടോക്കൺസ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും, മീം കോയിൻസ്, ഷിറ്റ് കോയിൻസ്, ഇങ്ങനത്തെ ഓരോ കോയിൻസ് നമുക്ക് ട്രേഡിങ്ങിൽ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ മാർജിൻ ട്രേഡിങ്, ഓരോ കാര്യങ്ങളും നമുക്ക് ട്രേഡിങ്ങിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു കോയിൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാപ്പ് ചെയ്ത് ഏൺ ചെയ്യുകയാണ്. സോ ബൈ ചെയ്യുകയാണ് അവിടെ ടാപ്പ് ചെയ്ത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്തു? മൈൻ ചെയ്യുകയാണ്. ഇവിടെ ഓരോ കാർഡ്സും വാങ്ങിച്ച് നമ്മൾ മൈൻ ചെയ്ത് ആ ഒരു കാർഡ്സ് നമ്മൾ സെല്ല് ചെയ്യണം. അപ്പോൾ ഈ സെല്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നമ്മൾ ട്രേഡിങ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ട്രേഡിങ്ങിലൊക്കെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, ട്രേഡിങ്ങിലൊക്കെ കൊണ്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് കറൻസി എടുക്കാൻ പറ്റുന്നതായിരിക്കും. ക്രിപ്റ്റോ കറൻസി ഈ INR എടുക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, സോ ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് വിഡ്രോളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞിരുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, വീഡിയോ ലൈക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിറ്റ് കോയിൻസ്, മീം കോയിൻസ് ഒക്കെ നമുക്ക് അതിൽ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൈൻ ചെയ്യുന്നത്. മീൻസ് നിങ്ങളിവിടെ ലെവലപ്പ് ചെയ്ത് ഈ ഒരു ടാപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന എമൗണ്ട് മൈൻ ചെയ്യുക, ഇവിടെ ലെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ അവർ ഇവിടെ ഇൻക്രീസ് ആവുന്നതായിരിക്കും. സോ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, പ്രോഫിറ്റ് പെർ അവർ ആണ് നമുക്ക് ആവശ്യം, ഈ ഒരു കോയിൻസ് അല്ല എന്നുള്ളത്. സോ അതിൻ്റെ പ്രൂഫും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കുറേ ആൾക്കാർ പറയുന്നത് കോയിൻസ് ആണ് വിഡ്രോ അടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഫീഷ്യലി ഹാംസ്റ്റർ കോമ്പാക്റ്റ് നമുക്ക് അവർ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ വഴിയെ കാണിച്ചിരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് അത് നോക്കാം. ഓക്കെ, ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഒഫീഷ്യൽ ആൾക്കാർ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കോയിൻസ് ആണോ പ്രോഫിറ്റ് പെർ അവർ ആണോ കൊടുക്കേണ്ടതെന്നുള്ള ലൈവ് പ്രൂഫിനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാംസ്റ്റർ. സോ ഡിയർ CEOs എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ എയർഡ്രോപ്പ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ പ്രോഫിറ്റ് പെർ അവർ ആൻഡ് സം അതർ ആക്ടിവിറ്റി പാരാമീറ്റേഴ്സ് ദാറ്റ് വി വിൽ റിവീൽ ലേറ്റർ, നോട്ട് ദ കോയിൻ ബാലൻസ്, പ്ലേ വൈസ്ലി. സോ ഇവിടെ നിങ്ങൾ പറയുന്ന പറയുമ്പോഴത്തേക്കും എയർ ഡ്രോപ്പ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ, എയർ ഡ്രോപ്പ് നമുക്ക് തരുന്ന പറയുമ്പോഴത്തേക്കും പ്രോഫിറ്റ് പെർ അവർ ആൻഡ് സം അതർ ആക്ടിവിറ്റീസ് പാരാമീറ്റേഴ്സ് ദാറ്റ് വി വിൽ റിവീൽ ലേറ്റർ. സോ ചിലപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ഉള്ളത് പ്രോഫിറ്റ് പെർ അവർ ആണ് നമുക്ക് വിഡ്രോവൽ കാര്യങ്ങളൊക്കെ ആവശ്യം വരുന്നതും. അതുപോലെ തന്നെ നോട്ട് ദ കോയിൻ ബാലൻസ്, നിങ്ങൾ ഒരിക്കലും കോയിൻ ബാലൻസിന് നോക്കി കളയാതിരിക്കുക, മാക്സിമം മൈൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അവർ ഒഫീഷ്യൽ പേജിലൂടെ അവർ അറിയിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡെയിലി കോംബോ കാർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിൽ ഞാൻ പറയാം. ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ആ ഒരു ബെല്ലൈക്കൺ ഓള് ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതേ സമയം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേറെ സോഷ്യൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജാണ്. സോ 2222 ഉണ്ട്. സോ അതിപ്പം റിഫ്രഷ് അടിക്കുമ്പോഴത്തേക്കും 2246 ആയിട്ടുണ്ട് ഫോളോവേഴ്സ്. സോ കംപ്ലീറ്റ്ലി ഇതാ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും, ഡെയിലി കോംബോ കാർഡ്സും ഡെയിലി മോഡ്സ് കോഡ്സും എല്ലാം നമ്മൾ ഈ ഒരു ഇതിൽ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു ചാനൽ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ഇടുക, ഇട്ടിട്ട് റിപ്ലൈ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, മെസ്സേജും കാര്യങ്ങൾ അയക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഡെയിലി അപ്ഡേറ്റ്സ് ഈ ഒരു ചാനൽ ഈ ഒരു അക്കൗണ്ടിൽ അറിയിക്കുന്നതായിരിക്കും. ഫോളോ ചെയ്യാൻ മറക്കണ്ട. മല്ലു -കോമ്പാറ്റ് എന്നാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ നെയിം വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് മാർക്കറ്റ് സെക്ഷനിൽ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. സോ ഇവിടെ നിങ്ങൾക്ക് മോസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും കാർഡ്സിലെ ഡെറിവേറ്റീവ്സ്, നമുക്ക് ഇതൊക്കെ ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ ആവശ്യം, ഫ്യൂച്ചർ മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഡെറിവേറ്റീവ്സ്. അതുപോലെ തന്നെ പ്രഡിക്ഷൻ മാർക്കറ്റ്സ്, ഓരോ കാലം P2P ട്രേഡിംഗ് ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. സോ ഇതിന് നമ്മളിപ്പം അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ചിലതിനൊക്കെ ഇങ്ങനൊരു ടൈം ലിമിറ്റ് കാണിച്ചിരിക്കും. സോ അത് ലാസ്റ്റത്തെ 4 or 2 ഒക്കെ കാണത്തുള്ളൂ. സോ എല്ലാ കാർഡ്സും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, പറഞ്ഞു വരുമ്പോൾ എല്ലാ കാർഡ്സും മാക്സിമം മൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത PR ആൻഡ് ടീം സെക്ഷൻ നോക്കിയാൽ നമുക്ക് ഈ ഒരു സംഭവം പ്രൊമോഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ കമ്പനീസുമായിട്ടുള്ള കൊളാബറേഷൻസ്, നമ്മൾ ഇൻഫ്ലുവൻസുമായിട്ട് നമുക്ക് ബന്ധപ്പെടേണ്ടി വരും. അതുപോലെ സപ്പോർട്ട് ടീം, ഹാംസ്റ്റർ ബുക്ക്, കോയിൻ ടെലിഗ്രാഫ്, എക്സ്, ഹാംസ്റ്റർ ട്യൂബ്, ഹാംസ്റ്റർ ഗ്രാം, അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കിവിടെ പ്രൊമോഷനായിട്ട് കൊണ്ടുവരും. IT ടീമുമായിട്ടും അതുപോലെ സെക്യൂരിറ്റി ടീം, QA ടീം, അങ്ങനെ ഓരോ സംഭവമായിട്ട് നമ്മൾ പ്രൊമോഷനായിട്ട് കൊണ്ടുവരേണ്ടതാണ്. അപ്പം നിങ്ങൾ മൈൻഡ് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക. ഏതൊക്കെ നമുക്ക് ആ ഒരു ടൈമിൽ ഈ ഒരു കോയിൻ നമുക്ക് ലിസ്റ്റിൽ ആഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങ് എടുത്ത് മാർക്കറ്റ് സെക്ഷനിൽ നിന്ന് എടുത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ അടുത്ത് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ലീഗൽ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെളിയിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ലൈസൻസ്, UAE ലൈസൻസ് യൂറോപ്പ് ലൈസൻസ്, ഏഷ്യ, അങ്ങനെ ഓരോ ലൈസൻസ് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, KYCയും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക. നെക്സ്റ്റ് സ്പെഷ്യൽ കാർഡ്സിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. ഇതൊക്കെ നമുക്ക് ആ ഒരു ട്രേഡിംഗ് സെക്ഷനിലൊക്കെ ആവശ്യമായിട്ടുള്ള
സാധനങ്ങളാണ്. സോ ഈ ഒരു സംഭവങ്ങൾ നമ്മൾ ഇപ്പോഴേ മൈൻഡ് ചെയ്ത് തുടങ്ങിയാൽ ലിസ്റ്റിൽ കയറുന്ന ടൈമിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് നമുക്ക് വിഡ്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓരോ കാര്യങ്ങൾ. സോ അതിൻ്റെയൊക്കെ ലൈവ് അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനൽ അറിയിക്കുന്നതായിരിക്കും. റിപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ചാനലിലൊക്കെ ആൾക്കാർ ഇടുന്നുണ്ട്. സോ അതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അറിയിക്കുന്നതായിരിക്കും. സോ ആൾക്കാരായിരിക്കും വേറൊരു ചാനൽ നോക്കി കോപ്പി ചെയ്യുകയാണെന്നുള്ളത്. സോ ഒരിക്കലും അല്ല, നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല, അവരുടെ ചാനലുമായിട്ട് കിട്ടിയിട്ടില്ല, ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാൻ കഴിച്ചു. ഓക്കെ, സോ അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ലോഞ്ച് ചെയ്യുന്നതും NFT കളക്ഷൻ ലോഞ്ചും സ്പെഷ്യൽ ഹാംസ്റ്റർ കോൺഫറൻസും ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ കാണാൻ പറ്റും. ഷോർട്സ് ക്യൂസ്, ലോങ് ക്യൂസ്, ഈ ഒരു ഗ്രാഫൊക്കെ നിങ്ങൾക്ക് അവിടെ ആവശ്യമാണ്. സോ ഇതൊക്കെ അപ്ഗ്രേഡ് ഇപ്പം ചെയ്താൽ ഇപ്പം 2 മില്യണോളം കൊടുക്കാനുണ്ട്. ഇപ്പോൾ എനിക്ക് നെക്സ്റ്റ് ലെവൽ എത്രയാണ്, ലെവൽ 13 ആവാൻ വേണ്ടിയിട്ട് 2 മില്യൺ കൊടുക്കേണ്ടിയുണ്ട്. സോ അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് പെർ അവർ 2.25K മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ അത്രയും വാല്യൂ നമ്മൾ മനസ്സിലാക്കുക ഇതിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കോയിൻസ് കളക്ട് ചെയ്ത് പ്രോഫിറ്റ് പെർ അവർ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 5 ലക്ഷത്തോളം എനിക്ക് ആയിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവർ ആണ് കൂട്ടേണ്ടത്. ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് മാത്രം ഇത് കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ അവറാണ് ഇവിടെ കൂട്ടേണ്ടത്. ഓക്കെ, സോ സിമ്പിളായിട്ട് പറയാനുള്ള കാര്യം നമ്മളെഴുതിക്കും ഹാംസ്റ്റർ കോമ്പറ്റി നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾ ടാപ്പ് ചെയ്ത് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നു. ആ കറൻസി എടുത്ത് എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുകയാണ്. എങ്ങനെ, ക്രിപ്റ്റോ കറൻസി വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ട്. സോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഓരോ കാർഡ്സും. ഈ ഒരു ഓരോ കാർഡ്സും ആ ഒരു സാധനങ്ങൾ വാങ്ങാം. അതിന് ആവശ്യമായ സാധനങ്ങളാണ് ഈ ഒരു ഓരോ കാർഡ്സും വരുന്നത്. അപ്പോൾ അല്ലാതെ ഞാൻ ഫ്രണ്ട്സോടെ റെഫറൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഓരോ ആൾക്കാരും കളിക്കുന്നതും അവരുടെ കോയിൻസും കാര്യങ്ങളൊക്കെ എത്രയാണെന്നൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, ഏൺ സെക്ഷനിൽ ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഡെയിലി റിവാർഡ് ഇപ്പം ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല. സോ ഇവിടെ ക്ലെയിം ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ 5 മില്യൺ ഇന്ന് ഡേ 10 കിട്ടുന്നുണ്ട്. സോ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, 61 ആയിട്ടുണ്ട്. സോ ഓരോ കാര്യങ്ങളും നിങ്ങളിവിടെ എക്സ്ചേഞ്ച് ചെയ്തും അതുപോലെ ഏണിങ്സ് ക്രിയേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ ഇനി എയർ ഡ്രോപ്പിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എയർ ഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ കണക്ട് ചെയ്യാത്ത ആൾക്കാരാണ് കണക്ട് ചെയ്യുക. നമ്മൾ മല്ലു കോമ്പാക്റ്റ് അക്കൗണ്ടിൽ കണക്ട് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ, അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ എയർ ഡ്രോപ്പ് ടാസ്ക്സ് ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റിംഗ് ഈസ് ഓൺ ഇറ്റ്സ് വേ. ഓക്കെ, ലിസ്റ്റിംഗ് ഉടനെ വരുന്നതായിരിക്കും. ടാസ്ക്സ് വിൽ അപ്പിയർ ബിലോ. ടാസ്ക് ഇതിന് താഴെയായിട്ട് വരുന്നതായിരിക്കും. സോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എയർ ഡ്രോപ്പ്. എയർ ഡ്രോപ്പിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ ഇനി കണക്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ കൂടെ വൈറ്റ് ടിക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവിടെ നിങ്ങളെ ടോൺ വാലറ്റുമായിട്ട് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കണക്റ്റ് ആയിട്ടുള്ളൂ എന്നതാണ് ഇവിടെ അവർ പറയുന്നത്. സോ ടാസ്ക് ലിസ്റ്റ് താഴെ വരുന്നതായിരിക്കും ഉടനെ. സോ അതെല്ലാം നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്ത് പോവുക. ഡെയിലി അപ്ഡേറ്റ്സ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ GET.io നോക്കി തന്നെ ഹാംസ്റ്റർ കോയിൻ ഇവിടെ അവിടെ എന്തോ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രീ മാർക്കറ്റ് ട്രേഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഓക്കെ, GET.ioയിൽ. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇൻ പ്രോഗ്രസ്സിൽ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം, ഇൻ പ്രോഗ്രസ്സിൽ കിടക്കുകയാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ്. സോ ഇവിടെ സ്റ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് ടൈം നടന്നുകൊണ്ട് നിൽക്കുകയാണ്. സോ പെൻഡിങ്ങിൽ കിടക്കുകയാണ് ഡെലിവറി ടൈമും കാര്യങ്ങളും. കാരണം ഈ ഒരു കോയിൻ എപ്പോൾ സ്റ്റോപ്പ് ആവും അപ്പോഴാണ് നമുക്ക് ലിസ്റ്റിൽ ആഡ് ആവുന്നതും അതുപോലെ തന്നെ വിഡ്രോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുന്നതും. ഓക്കെ, സോ കറൻറ്റ് ട്രേഡിംഗ് ടൈം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. സോ ഇവിടെ കാണാൻ പറ്റും ലാസ്റ്റ് പ്രൈസ് കിടക്കുന്നത് 0.4 രൂപയാണ് കിടക്കുന്നത്. സോ ഏകദേശം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 33 രൂപ കിട്ടുകയാണ് ഒരു കോയിന്. ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ 1000 കോയിൻ ഉണ്ടെങ്കിൽ എത്ര രൂപ ആവും? 33 × 1000 33,000. സോ നിങ്ങൾക്ക് അത്രയും കിട്ടുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇപ്പോഴേ മൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇവിടെ ബൈ സെല്ല് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഹാംസ്റ്ററിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓർഡർ എമൗണ്ടും അതുപോലെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാൻ പറ്റും. പക്ഷേ GET.ioയിൽ VPN വെച്ച് കണക്ട് ചെയ്യുക. സോ വേറൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് 33 രൂപ കിട്ടുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും. സോ അങ്ങനെ ഗൈസ്, നമ്മൾ സ്റ്റിൽ ഇത് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. ഈ ഒരു കോയിൻ ഇത് എന്തോന്നാണ്, ചിലപ്പം കുറയാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ഒരു ലിസ്റ്റിങ്ങിൽ. അപ്പം നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് പ്രൈസ് ചിലപ്പം ഇപ്പോൾ 0.4 ആവത്തില്ല, 33 രൂപ അല്ല, ചിലപ്പോൾ 1 രൂപയായിരിക്കും കിട്ടുക ഒരു കോയിന്, അല്ലെങ്കിൽ 2 രൂപ ആയിരിക്കാം, 3 രൂപ, ചിലപ്പം 100 രൂപ വരെ ആയിരിക്കാം ഒരു കോയിന്. അത് നമുക്ക് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് ടൈം മറ്റേ പീക്ക് ടൈമിൽ മാത്രം നമുക്ക് എന്താണ് എത്ര രൂപയാണെന്ന് നോക്കി ഗസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇപ്പോഴേ മൈൻഡ് ചെയ്ത് തുടങ്ങിയാൽ ഫ്യൂച്ചർ മാർക്കറ്റിംഗ്, ഫ്യൂച്ചർ സമയത്ത് ആ ഒരു ടൈം എത്തുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. സോ മൈൻഡ് സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് ഈ ഒരു ചാനലിലും മല്ലു കോമ്പാക്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ അറിയിക്കുന്നതായിരിക്കും.
സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. മറക്കാതെ നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കുക. മല്ലു കോമ്പാക്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ SN Techs and Vlogs എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ. സോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായാലും നിങ്ങൾ മൈനിങ് ചെയ്ത് വരുന്ന ആൾക്കാരായാലും ആരെയായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ കംപ്ലീറ്റ് ഗൈഡൻസ് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ മോർ കണ്ടൻസ് ഇനിയും വരുന്നതായിരിക്കും. സോ കുറേ ഇൻഫ്ലുവൻസേഴ്സ് കാര്യങ്ങളൊക്കെ കുറേ യൂട്യൂബേഴ്സ് ഇതേപോലെ ചെയ്യുന്നുണ്ട്. സോ ഡെയിലി കോംബോസും അതുപോലെ തന്നെ ഡെയിലി കോംബോ കാർഡ്സും മോസ് കോഡും എല്ലാം നമ്മൾ നമ്മുടെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന മല്ലു കോമ്പാക്ട് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലും ഡെയിലി മോസ് കോഡ് അഥവാ ചിപ്പർ കോഡ് എന്ന് പറയും. സോ അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു അക്കൗണ്ടിൽ ഇടുന്നതായിരിക്കും വീഡിയോസ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഡെയിലി കോംബോ കാർഡ്സും അവൈലബിൾ ആണ്, നമ്മൾ ഇടുന്നതായിരിക്കും. സോ ഡെയിലി മോസ്റ്റ് കോഡ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കറിയാം 1 മില്യൺ കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഡെയിലി കോഡാണ്, ആ ഒരു കോഡ് അടിക്കുമ്പോഴത്തേക്കും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി കോംബോ കാർഡ്സ് 3 കാർഡ്സ് ഉണ്ട്. സോ അത് നമ്മൾ അൺലോക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡെയിലി 5 മില്യൺ വെച്ച് നിങ്ങൾക്ക് കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇതെല്ലാം നമ്മൾ ഈ ഒരു ചാനൽ ഡെയിലി അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗൈസ്. ബൈ ബൈ ഗൈസ്, ലവ് യു ആൻഡ് ടേക്ക് കെയർ.